ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 2-ാം അധ്യായമായ അപവാദ ദർശനത്തിലെ 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ശ്ലോകം: കാരണാവ്യതിരേകത്വാത് കാര്യസ്യ കഥമസ്ഥിത ഭവത്യതഃ കാരണസ്യ കഥമസ്തി ച നാസ്ഥിത. അന്വയം: കാരണാവ്യതിരേകത്വാത് കാര്യസ്യ അസ്ഥിത കഥം ഭവതി അതഃ കാരണസ്യ നാസ്ഥിതാ ച കഥം അസ്തി. അർത്ഥം: കാരണത്തിൻ്റെ അവ്യതിരേകത്വം, അതായത് കാരണകാര്യങ്ങൾ പരസ്പരം വ്യതിരിക്തങ്ങൾ, വ്യത്യസ്തങ്ങൾ അല്ലെങ്കിൽ രണ്ടും ഒന്നു തന്നെയാണ് എങ്കിൽ എന്നർത്ഥം. കാര്യത്തിനുള്ള അസ്തിത്വം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഉദാഹരണത്തിന്, ആഭരണം ഉണ്ടാക്കിയത് സ്വർണം കൊണ്ടാണ്. ആഭരണം എന്നതിൽ സ്വർണമല്ലാതെ മറ്റൊന്നും ഇല്ല. അപ്പോൾ സ്വർണത്തിനല്ലേ അസ്തിത്വമുള്ളൂ? അവിടെ ആഭരണം എന്ന് ഒന്നുണ്ടോ? സ്വർണം ആഭരണമായി കാണുന്നത് മനസ്സിൻ്റെ സങ്കല്പമല്ലേ? നിങ്ങളുടെ പഴയ സ്വർണമാല കടയിൽ വിൽക്കാൻ കൊണ്ടുചെന്നാൽ കടക്കാരൻ സ്വർണത്തിൻ്റെ വില മാത്രമേ തരികയുള്ളൂ. വാങ്ങിയപ്പോൾ കൊടുത്ത പണിക്കൂലിയും പണിക്കുറവും ഒന്നും കിട്ടുകയില്ല. സ്വർണ്ണക്കടക്കാരൻ്റെ ദൃഷ്ടിയിൽ ഇപ്പോൾ അത് സ്വർണം മാത്രമാണ്, മാലയല്ല. വേറെ ഒരു ഉദാഹരണം കൊണ്ട് ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാം. മങ്ങിയ വെളിച്ചത്തിൽ കയറിനെ പാമ്പായിട്ട് കണ്ടു. അവിടെ പാമ്പ് എന്ന കാര്യത്തിൻ്റെ കാരണവസ്തു കയറാണ്. ഞാൻ കയറിനെയാണ് പാമ്പിൻ്റെ രൂപത്തിൽ കണ്ടത് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ പാമ്പുണ്ടോ? അവിടെ കയർ മാത്രമല്ലേ ഉള്ളൂ. അവിടെ മനസ്സിൻ്റെ തെറ്റിദ്ധാരണയല്ലേ പാമ്പിനെ ഉണ്ടാക്കി കാണിച്ചത്. ഈ കാലത്ത് പൊതുനിരത്തുകളുടെ വശങ്ങളിലായിട്ട് അമ്പലങ്ങളുടെയും പള്ളികളുടെയും മറ്റും ഭണ്ഡാരങ്ങൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അത്തരം ചില ഭണ്ഡാരങ്ങളുടെ മുകളിൽ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും വയ്ക്കാറുണ്ട്. ഭണ്ഡാരത്തിൽ പണമിടുന്ന ഭക്തൻ വിഗ്രഹം നോക്കി തൊഴുത് പോകും. അതാ ഒരു നായർ ആ ഭണ്ഡാരത്തിൻ്റെ ചുവട്ടിൽ മൂത്രം ഒഴിച്ചിട്ട് പോകുന്നു. നമുക്കാർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം നായയുടെ കണ്ണിൽ അത് ഒരു വെറും തറ ആയിരുന്നു. എന്നാൽ നാം അതിനെ ദൈവസാന്നിധ്യമുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. ഇതാണ് ഭ്രമത്യാത്മനി മായയാ എന്ന മുൻ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം. ആ ഭണ്ഡാരം ഉണ്ടാക്കിയ വസ്തുക്കളായ കല്ലും സിമൻറ്റും നായയുടെ ദൃഷ്ടിയിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ സങ്കല്പത്തിൽ അതിനെ മറ്റൊന്നായിട്ട് കാണുന്നു എന്ന് മാത്രം. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണവസ്തു ബ്രഹ്മമാണെങ്കിൽ അതിൽ നാം കാണുന്ന നാമരൂപങ്ങൾ കയറിൽ പാമ്പിനെ സങ്കല്പിച്ച് കണ്ടതുപോലെയുള്ള ഒരു കാഴ്ചയാണ്. ബ്രഹ്മമാണ് സർവ്വതും എന്നതാണ് സത്യം. ഇനി കാരണസ്യ നാസ്ഥിത കഥം അസ്തി, അതായത് കാരണവസ്തുവിൻ്റെ അഭാവം എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിലേക്ക് കടക്കാം. പ്രപഞ്ചം സ്വയം കാരണരഹിതമായ ഒരു കാര്യമാണ് എന്ന് കരുതുന്നതായാലോ, അതായത് ഈ പ്രപഞ്ചം ഉള്ളതാണ്, ഇതാരും ഉണ്ടാക്കിയതല്ല, ഇതിനൊരു കാരണവസ്തുവും ഇല്ല, അതായത് കാര്യകാരണ സംബന്ധമായ ചിന്ത ഇവിടെ പ്രസക്തമല്ല. കയറിൽ പാമ്പിൻ്റെ രൂപം കണ്ടതുപോലെയല്ല
ശരിയായ പാമ്പിനെ തന്നെ കണ്ടതുപോലെ ഉള്ള കാഴ്ചയാണ് ഇത് എന്ന് വന്നാൽ കാര്യം മാത്രമേ ഉള്ളൂ, കാരണം ഇല്ലാതാകും. അതായത് പ്രപഞ്ചമേ ഉള്ളൂ, ബ്രഹ്മം ഇല്ല എന്നർത്ഥം. അതിനുള്ള ഉത്തരം പ്രപഞ്ചം ദൃശ്യമായതിന് കാരണം അതിന് ദൃഷ്ടാവ് ഉണ്ടായതുകൊണ്ടാണ്. ദൃഷ്ടാവില്ലെങ്കിൽ ദൃശ്യമില്ല. പ്രപഞ്ചം ഒരു ദൃശ്യമായത് ദൃഷ്ടാവ് അതിനെ ദർശിക്കുമ്പോഴാണ്. ദൃശ്യം ദൃഷ്ടാവിൻ്റെ മനസ്സിലാണ് തെളിയുന്നത്, മനസ്സ് ദൃഷ്ടാവിലും ആണ്. അതായത് ദൃശ്യം പുറത്തെങ്ങുമുള്ളതല്ല എന്നർത്ഥം. ദൃശ്യം ഇല്ലാതായാലും ദൃഷ്ടാവ് നിലനിൽക്കും. എന്നാൽ ദൃഷ്ടാവില്ലാതെ ദൃശ്യം ഉണ്ടാവുകയില്ല. ദൃഷ്ടാവ് കാരണവും ദൃശ്യം കാര്യവുമാണ്. അതുകൊണ്ട് കാര്യം ഇല്ലാത്ത അവസ്ഥ കാരണത്തെ ഇല്ലാതാക്കുന്നില്ല. കാര്യത്തെ ആശ്രയിച്ച് അല്ല കാരണത്തിൻ്റെ നിലനിൽപ്പ്. ആഭരണമായില്ലെങ്കിലും സ്വർണം നിലനിൽക്കും. മൺപാത്രമാകാത്തത് കൊണ്ട് മണ്ണിന് ഒരു പ്രശ്നവുമില്ല. അതുപോലെ പ്രപഞ്ചസങ്കല്പം ഇല്ലെങ്കിലും ആത്മാവിൻ്റെ അസ്തിത്വത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല. മരണം എന്നത് ഞാനില്ലാതാകുന്ന അവസ്ഥയല്ല, മറിച്ച് ഈ പ്രപഞ്ചം ഇല്ലാതെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ പ്രപഞ്ചം ഇല്ലാതെയാകുന്നതാണ്. അനുഭവമില്ലെങ്കിലും അനുഭോക്താവ് അഥവാ അനുഭവിക്കുന്നയാൾ നിലനിൽക്കും. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.